ഹായ് എവ്രിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ശ്രീ വിഷ്ണു നാഗർ രചിച്ച പാൻറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ. हालत तो उसकी यह थी कि अगर वह रोज़ कुएं में गिरता और निकलता, रोज़ पहाड़ पर चढ़ता और कूदता, जहर खाता और उसकी ज़ुबान बाहर निकल आती तो भी उससे कोई कहने सुनने वाला नहीं था. അപ്പോൾ ഹാലത്ത് तो उसकी यह थी, അയാളുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. അഗർ വ റോസ് കുവേ മേ ഗിർത്ത ഓർ നിക്കൽത്ത, എന്നും ഒരു കിണറ്റിൽ വീഴുകയും അവിടുന്ന് പുറത്തേക്ക് വരികയും, അതുപോലെ തന്നെ റോസ് പഹാഡ് പർ ചടുത്ത ഓർ കൂത്ത, ഒരു മൗണ്ടൈൻ്റെ മുകളിൽ കയറുകയും അവിടുന്ന് ചാടുകയും ചെയ്യുക. ജഹർ ഖാത്ത, ജഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷം. വിഷം കഴിക്കുകയും ഓർ ഉസ്കി ജുബാൻ ബാഹർ നിക്കലാത്തി, അത് കഴിക്കുക വഴി ആളുടെ നാക്ക് പുറത്തു വരിക. तो भी उससे कोई कहने सुनने वाला नहीं था. ഇതൊക്കെ ഉണ്ടായാൽ പോലും ആളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. കെഹനെ സുന്നെ വാല എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആരും ഉണ്ടായിരുന്നില്ല, കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ആരും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ചോദിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. കോയി നെഹി പൂച്ച്താ കി തു ജീതാ കി മർത്താ ഹെ, അയാൾ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചു പോയോ എന്ന് അറിയാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ഇത്തന അക്കേല था वह, इतनी उदासीन थी दुनिया उसके बारे में, पर उसे हमेशा दुनिया की ही लगी रहती. അങ്ങനെ അത്രയ്ക്കും ഒറ്റപ്പെടലായിരുന്നു അയാൾക്ക്. പക്ഷെ അയാൾ എപ്പോഴും ലോകത്തെക്കുറിച്ചാണ്, ചുറ്റുമുള്ളവരെ കുറിച്ച് അല്ലെങ്കിൽ സൊസൈറ്റീനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. മറ്റുള്ളവരാരും ആളെക്കുറിച്ച്, ആളുടെ വിശേഷം അന്വേഷിക്കാൻ പോലും ചെയ്യാറില്ല എന്നുണ്ടെങ്കിലും ആളുടെ ചിന്ത മൊത്തം മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളതായിരുന്നു. ദുനിയ ऐसा कहेगी, दुनिया वैसा कहेगी, दुनिया में हूँ तब तक तो ऐसा नहीं करूँगा, दुनिया में रहना है तो सब करना पड़ता है. അപ്പോൾ ആളുടെ ചിന്തകളാണ് ഇനി പറയുന്നത്. ലോകത്തിലുള്ളവർ ഇങ്ങനെ പറയും, ലോകത്തിലുള്ളവർ അങ്ങനെ പറയും, ഞാൻ എത്ര കാലം ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടോ അത്രയും നാളും ഇങ്ങനെ ചെയ്യില്ല. ദുനിയാ മേ രഹനാ ഹെ തോ സബ് കർനാ പഡ്താ ഹെ, ലോകത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്യേണ്ടതായിട്ട് വരും. ദുനിയാ കാ ചാൽ ചലൻ ഹി ऐसा है, ഈ ലോകം റിവോൾവ് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ്. ദുനിയ ദേഖ് കർ ചലനാ പഡ്താ ഹെ, ഈ ലോകം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് ആൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ദുനിയാ കാ ഭൂത് ഉസ്കെ സിർ പർ ऐसा ചട് ബാഠാ ഥാ കി ഉത്തർനെ കാ നാം ഹി നഹി ലേതാ ഥാ. അപ്പം മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ള ആ ഒരു കാര്യം ആളുടെ തലയിൽ അത്രയും സോളിഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. വേറൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവില്ല. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ് ഈ ഒരു സ്റ്റോറി. ഏക് ബാർ उसके पास जेब खर्च से ज़्यादा पैसा आ गए. അപ്പോൾ ഒരു പ്രാവശ്യം ആൾക്ക് ജേബ് ഖർച്ച് എന്ന് വെച്ചാൽ സാധാരണയിൽ ആവശ്യം വരുന്നതിലും കൂടുതൽ കുറച്ച് പൈസ വന്നു. ഉസ്നെ ഹിമ്മത്ത് കർലി ഏക് അച്ചി സി പാൻറ് സിൽവാനേക്ക്, അങ്ങനെ ധൈര്യം സംഭരിച്ചിട്ട് ഒരു നല്ലൊരു പാൻറ് തയ്പ്പിച്ചു. സിൽവാന തയ്പ്പിക്കുക, കപ്പിടാലായ ദർജി കോ ദേ ആയ, അങ്ങനെ മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്നു. ദർജി എന്ന് പറഞ്ഞാൽ ടൈലറിന് അത് കൊടുത്തു വിട്ടു. പാൻറ് സിൽവാലി, അങ്ങനെ അത് തയ്പ്പിച്ചു. പർ പെഹനി നെഹി, പക്ഷെ അത് ധരിച്ചില്ല. ദുനിയ ക്യാ കഹേഗി, അയ്യോ ലോകം എന്തു പറയും, സൊസൈറ്റി എന്തു പറയും. കഹേഗി കി ഇത്തനി അച്ചി പാൻറ് ഇസ് ബുഡാപ്പേ മേ, അവരെന്തു പറയും ഇത്രയും നല്ലൊരു പാൻറ് ഈ വാർദ്ധക്യത്തിലാണോ നീ ഇടുന്നത് എന്ന് ചോദിക്കില്ലേന്ന്. കിസേ ദിഖാനെ കെ ലിയെ, ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാ. കഹാ സെ ആയ പൈസ, എവിടുന്നാണ് പൈസ കിട്ടിയത്. വ പാൻറ് കിസി കോ ദേ ബി നഹി പായ ക്യോങ്കി കബി കിസി കോ കുച്ച് ദേനെ കി ഉസ്കി ഹസ്തി ഹി നഹി രഹി. അപ്പോൾ ഇത് വേറെ ആർക്കും കൊടുക്കാനും പറ്റില്ല, കാരണം അങ്ങനെ കൊടുത്ത് ശീലവും ഇല്ല, അങ്ങനെ കൊടുക്കാനായിട്ട് ആരും ഇല്ല. ഘർ മേ പാൻറ് ദേ ദേ ഖുഷ് ഹോത്ത ഓർ ഫിർ ബക്സെ മേ ബന്ദ് കർ രഖ് ദേത്ത. അങ്ങനെ വീട്ടിൽ ഈ പാൻറ് എടുത്ത് നോക്കും, സന്തോഷിക്കും, ഓ ഞാനൊരു പുതിയ പാൻറ് തയ്പ്പിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് ഇടാനുള്ള ധൈര്യമില്ല, ആർക്കും കൊടുക്കാനും പറ്റില്ല. എന്നിട്ട് അത് പിന്നെ അടച്ച് പെട്ടിയിൽ തന്നെ വെക്കും. बहुत जी कड़ा करके और यह सोच कर कि दुनिया के सवालों का वह क्या जवाब देगा, उसने पैंट पहनने का इरादा बनाया. അങ്ങനെ जी कड़ा करके എന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യം സംഭരിച്ച്, यह सोच कर कि दुनिया के सवालों का क्या जवाब देगा, ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ മറുപടി പറയണം എന്നും കൂടി മനസ്സിൽ ഓർത്തിട്ട് ആ പാൻറ് ഇടാനായിട്ടുള്ള ഉദ്ദേശം ഉണ്ടാക്കി. ഇരാദ എന്ന് വെച്ചാൽ ഉദ്ദേശം. तो लगा पैंट तो नई है, അപ്പോഴാണ് തോന്നിയത് ഓ പാൻറ് പുതിയതാണല്ലോ. पर कमीज पुरानी है, പക്ഷെ
കമീസ് പഴയതാണ്. ചപ്പൽ കാ ഹാൽ तो बेहद खराब है. ചെരുപ്പാണെങ്കിൽ അതിലും മോശമാണ്. ഷർട്ട് ഓർ ചപ്പൽ നെയ് ഹോ तो പാൻറ് പഹനനെ കാ ഭി മസാ ഹെ. അപ്പോൾ പുതിയ ഷർട്ടും പുതിയ ചപ്പലും കൂടി ഉണ്ടെങ്കിലാണ് പുതിയ പാൻറ് ഇടുമ്പോൾ ഒരു ഭംഗിയുള്ളൂ. കൈ ദിനോं तक वह यही सोचता रहा कि तीनों नई चीज़ों का जुगाड़ कैसे ബെഠായ ജായ്. അപ്പോൾ കുറേ ദിവസം ഇയാൾ ഇതന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു, ഈ 3 സാധനങ്ങളും ഒരുപോലെ പുതിയതായ രീതിയിൽ എങ്ങനെ ഒപ്പിക്കും, എങ്ങനെ സംഘടിപ്പിക്കും എന്ന്. ഉസ്നെ കിസി തരഹ ഖാനെ പീനെ കാ ഖർച്ച് കം കർക്കെ പെഹലെ നെയ് ചപ്പൽ കാ ഇന്തിസാം കിയ. ഇന്തിസാം കരണമെന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ ചിലവ് ചുരുക്കി, ഫുഡൊക്കെ കുറച്ചു, അതിൻ്റെ ചിലവൊക്കെ ചുരുക്കിയിട്ട് പുതിയൊരു ചെരുപ്പ് വാങ്ങി. ഫിർ നെയ് ഷർട്ട് കെ ലിയെ ബച്ചത് അഭിയാൻ ശുരു ഹുവ. എന്നിട്ട് ഇനി പുതിയ ഷർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള സേവിങ്സിൻ്റെ ആ ഒരു പ്രോഗ്രാമാണ് തുടങ്ങിയത്. ലേക്കിൻ ഇസ് ബീച്ച് പുരാനി ചപ്പൽ की हालत इतनी खस्ता हो चुकी थी कि उसे मोची के पास ले जाना भी अपनी हंसी उड़वाना था. അതായത് ഈ സമയത്തിൻ്റെ ഉള്ളിൽ പണ്ടത്തെ ചെരുപ്പിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത്രയും മോശമായിരുന്നു. അത്രയും മോശമായതുകൊണ്ട് ഒരു ചെരുപ്പൂത്തിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് അത് ശരിയാക്കിപ്പിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഇയാളെ കളിയാക്കും. ഇസ്ലിയെ നെയ് ഷർട്ട് ആയി നെഹി ഓർ നെയ് ചപ്പൽ പെഹന്നി പടി. അപ്പം പുതിയ ചെരുപ്പ് കിട്ടി, പക്ഷെ പുതിയ ഷർട്ട് വാങ്ങുന്നതിനേക്കാളും മുൻപ് ആ പുതിയ ചെരുപ്പ് ഇടേണ്ടതായിട്ട് വന്നു. ലിഹാസ സാരി യോജന കാ കബാഡ ഹോ ഗയ. കബാഡ ഹോ ഗയ എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഫ്ലോപ്പായി എന്നാണ്. ആള് വിചാരിച്ചത് എന്താണ്, പുതിയ ചെരുപ്പും പുതിയ ഷർട്ടും പാൻറ്റും ഒരുമിച്ചിടാന്നാണ്. പക്ഷെ ഈ ചെരുപ്പിൻ്റെ കണ്ടീഷൻ, പഴയ ചെരുപ്പിൻ്റെ കണ്ടീഷൻ മോശമായതുകൊണ്ട് പുതിയ ചെരുപ്പ് ഇടേണ്ടി വന്നു. അങ്ങനെ ആളുടെ എൻറ്റയർ പ്ലാൻ ഫ്ലോപ്പായിപ്പോയി. നെയ് പാൻറ് ഫിർ മുസീബത്ത് ബൻ ഗയി. പുറാനി പാൻറ് ഫട്ടി नहीं थी और वे सूती कपड़े की थी जो पहनने के दूसरे दिन ही पुरानी लगती थी. അപ്പോൾ ഈ പുതിയ പാൻറ്റിൻ്റെ പ്രശ്നം ഇവിടെ തീരുന്നില്ല. പണ്ടത്തെ പാൻറ്റാണെങ്കിൽ കീറിയിട്ടില്ല, പക്ഷെ അത് സൂത്തി എന്ന് പറഞ്ഞൊരു ക്ലോത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇടുമ്പോഴേക്കും പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അത് ഭയങ്കര ഓൾഡാണെന്ന് നമുക്ക് തോന്നും, പഴയതാണെന്ന് തോന്നിക്കും. അങ്ങനത്തെ ഒരു തുണിയായിരുന്നു. इसलिए वे दुनिया की आँखों में खटकती नहीं थी. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അതൊരു കല്ലുകടിയായിട്ട് തോന്നില്ല. ഖട്ടക്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുക, അവർ ശ്രദ്ധിക്കില്ല അത്. യ पैंट कुछ कीमती थी और उसके मुकाबले तो इतनी कीमती थी. അപ്പം ഇപ്പോൾ ആൾ തയ്പ്പിച്ചിട്ടുള്ള ആ ഒരു പാൻറ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ്. കീമത്തി എന്ന് വെച്ചാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണുള്ളത്. ഓർ ഉസ്കെ മുക്കാബിലെ തോ ഇത്തനി കീമത്തി थी. ഇപ്പോൾ ഇട്ടിട്ടുള്ള പഴയ പാൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. കി മഹീനോ നെയ്യിലെത്തി, എത്ര മാസം ഇട്ടാലും പുതിയതായിട്ടിരിക്കും. അത്തരം ഒരു മെറ്റീരിയലിൻ്റെ പാൻറ്റാണ് പുതിയതായിട്ട് തയ്പ്പിച്ചിട്ടുള്ളത്. ഇസ്ലിയെ ദുനിയ ജവാബ് മാങ്തി. അതുകൊണ്ട് തന്നെ ലോകം ക്വസ്റ്റ്യൻ ചെയ്യും, അതിന് ആൻസർ കൊടുക്കേണ്ടി വരുമല്ലോ. ദുനിയ കെ ലോഗ് സീധേ സീധേ ജവാബ് മാങ്ങിയേ തബ് തോ വ ദേ ബി ദേ. അപ്പം ലോകത്തിലുള്ള ആളുകൾ കറക്റ്റായിട്ട് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയാം. മഗർ ടേഡേ മേഡേ ആടേ തിരിച്ചേ സവാൽ കിയേ ജായേ മുഹ് സേ ബോലാ നാ ജായേ. അങ്ങനെ വളഞ്ഞ ഓരോ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാനും പറ്റില്ല. ആഖോ സേ സവാൽ കിയേ ജായേ തോ വ ക്യാ ജവാബ് ദേ. പക്ഷെ കണ്ണുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ മറുപടി പറയേണ്ടത് എന്നൊക്കെയാണ് ആൾ ആലോചിക്കുന്നത്. ഇസി ഉഗേഡ്വുൻ മേ പാൻറ് ബക്സേ മേ പടി രഹത്തി. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷനിൽ തന്നെ എന്താ ഉണ്ടാവുക, ഈ പാൻറ് എപ്പോഴും ബോക്സിൽ തന്നെ അടച്ചു വയ്ക്കും. യാ റോസ് രാത് കോ പാൻറ് നിക്കാൽത്ത ഉസേ सहलाता उसके कपड़े और सिलाई की मन ही मन तारीफ करता, कहीं गंदगी ना लग जाए इसका ख्याल रखता और फिर उसे तह करके उसकी काल्पनिक धूल झाड़ कर उसे सावधानी से बक्से में रख देता. ഇനി ഈ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന കാര്യം എന്താണെന്നാണ് പറയുന്നത്. ഈ കൺഫ്യൂഷനിൽ ആ പാൻറ് ഇടാറില്ല, പക്ഷെ എല്ലാ ദിവസവും രാത്രി ആ പാൻറ് ആ ബോക്സിൽ നിന്ന് പുറത്തേക്ക് എടുക്കും, അതിനൊന്ന് തലോടും, എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്യിച്ചതിൻ്റെ പെർഫെക്ഷനെ കുറിച്ച് സംസാരിക്കും, അത് മനസ്സിൽ തന്നെ അതിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും.
പിന്നെ കഹി ഗന്ദഗി നാ ലഗ് ജായേ ഇസ്കാ ഖയാൽ റഖ്താ. ഇനി അത് ഡേർട്ടി ആവരുത് എന്ന് ഉദ്ദേശിച്ചിട്ട് അതിനെക്കുറിച്ച് ബോധേഡായിട്ടാണ് അത് എടുത്തു നോക്കുന്നത്. ഓർ ഫിർ ഉസേ തഹ കർക്കെ, എന്നിട്ട് അത് മടക്കിയിട്ട് ഉസ്കി കാൽപ്പനിക് ധൂൾ ഝാഡ്ക്ക്, അതിലെ ഇമാജിനറി ആയിട്ടുള്ള ഡസ്റ്റൊക്കെ തട്ടിക്കളഞ്ഞിട്ട്, പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് സാവധാനി സെ ബക്സെ മേ രഖ്തേ താ, കെയർഫുൾ ആയിട്ട് അത് ബോക്സിൽ തിരിച്ചു വെക്കും. ഫിർ ഉസേ ഘർ മേ ചോരി കാ ഭി ഡർ രഹനെ ലഗാ. ഇത് കഴിഞ്ഞപ്പോൾ ആൾക്ക് എന്താണ് തോന്നാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആരെങ്കിലും ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയാലോ, വീട്ടിൽ വല്ല മോഷണം നടന്നാലോ എന്നായി ചിന്ത. വ കൽപ്പന കർനെ ലഗാ कि अगर पैंट की चोरी हो गई तो उसकी क्या हालत होगी. ना वह पैंट चोरी की पुलिस में रिपोर्ट लिखवा पाएगा, ना किसी से अपना ദുഃഖട റോപ്പായക. ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഓർത്തപ്പോഴും എന്ത് ചെയ്യണമെന്ന് ആൾക്ക് മനസ്സിലായില്ല. കാരണം ആരെങ്കിലും ഈ പാൻറ് മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാനും പറ്റില്ല, എന്നാൽ ഈ ഒരു വിഷമം ആരോടും പറയാനും പറ്റില്ല. ഉസ്നെ കई बार यह भी सोचा कि घर से जाते समय उसे एक पर्ची छोड़ जानी चाहिए, चोर के नाम की सारा सामान उठा ले जाना, पर ഭയ്യ പാൻറ് മത് ലേ ജാന. പിന്നെ ആൾക്ക് വന്നൊരു അടിപൊളി ഐഡിയ ആണ്. എന്താണെന്നറിയോ, ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത്, ജോലിക്ക് വേണ്ടി പോകുന്ന സമയത്ത് തീഫിന് വേണ്ടിയിട്ട്, കള്ളന് വേണ്ടിയിട്ട് ഒരു ചിറ്റ് അവിടെ എഴുതി വെച്ചിട്ട് പോവാം. എന്ത് സാധനം വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ, പക്ഷെ എൻ്റെ പാൻറ് എടുത്തിട്ട് പോവരുത്. മഗർ ഫിർ ഉസേ ഖയാൽ ആത്താ ഹൈ കി ജറൂരി നെഹി കി ചോർ പടാ ലിഖാ ഹോ. പിന്നെയാണ് ആൾക്ക് ഓർമ്മ വന്നത്, ഈ പറയുന്ന കള്ളൻ എഴുത്തും വായനയൊക്കെ അറിയണ ആളാവണം നിർബന്ധമൊന്നുമില്ലല്ലോ. ഓർ പടാ ലിഖാ ഹുവാ തബ് തോ പർച്ചി പഠിക്കർ പാൻറ് തോ ജറൂർ ഹി ചുറാ ലേ ജായേഗ. ഇനിയിപ്പോൾ എഡ്യൂക്കേറ്റഡ് ആണ്, എഴുതാനും വായിക്കാനും അറിയാന്നുണ്ടെങ്കിൽ ഈ ഒരു നോട്ട് വായിച്ചു കഴിഞ്ഞാൽ എന്തായാലും എൻ്റെ പാൻറ് മോഷ്ടിച്ചുകൊണ്ട് പോകും എന്ന് ഒരു ചിന്ത വന്നു. ഉസ്നെ കई बार सपने में चोर को पैंट ले जाते हुए और चोर के सामने खुद को गिड़गिड़ाते हुए पाया. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഈ ക്യാരക്ടർ അയാളുടെ പാൻറ് ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതും, എന്നിട്ട് ആ കള്ളൻ്റെ മുന്നിൽ കെഞ്ചിയിട്ട് അത് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് ഇയാൾ പറയുന്നതുമായിട്ട് സ്വപ്നം കണ്ടു, ഒരുപാട് പ്രാവശ്യം കണ്ടു. ഇസ് തര കൈ റാത്തേ ഉസ്കി നീന്ത് ഖരാബ് ഹുയി. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനത്തെ ദുസ്വപ്നം കണ്ടിട്ട് ആൾക്ക് ഉറങ്ങാൻ പോലും പറ്റാറില്ല. ഫിർ ദുബാര നീന്ത് നെഹി ആയി, എന്നിട്ട് പിന്നെ ഉറങ്ങാനും പറ്റില്ല. झूठ क्यों कहें, एक बार तो चोर के डर के मारे नींद में उसका पेशाब भी छूट गया. ഇനിയിപ്പോൾ കള്ളം പറയുന്നത് എന്തിനാ, ഒരു പ്രാവശ്യം ഈ പേടി കാരണം ഉറക്കത്തിൽ ആള് പേടിച്ചിട്ട് യൂറിനേറ്റ് വരെ ചെയ്തു എന്നാണ് പറയണത്. അപ്പോൾ പേശാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിൻ എന്നാണ്. वह इस पैंट से जिसके बारे में शायद ही कोई जानता हो तंग आ गया था. അപ്പം ആർക്കും ഈ പാൻറ്റിനെ കുറിച്ച് അറിയില്ല, പക്ഷെ എന്നാൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഇയാളുടെ കണ്ടീഷൻ മോശമാവാൻ വേണ്ടിയിട്ട് തുടങ്ങി. वह ना इसे पहन सकता था, ना फेंक सकता था. वह इस पैंट से प्यार भी करता था और आजिज़ भी आ गया था. അങ്ങനെ ആളുടെ അവസ്ഥ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാൻറ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ധരിക്കാൻ പറ്റില്ല, കളയാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതിനോട് ഇഷ്ടമുണ്ട്, എന്നാൽ ഇതെന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണില്ല. ഉസേ അപ്പനി ഇസ് പാൻറ് के बारे में उतनी ही आशाएं आकांक्षाएं होती थी जितनी माँ बाप को अपने बेटे बेटियों के बारे में होती है. അപ്പം ഈ ഒരാൾക്ക് ഈ പാൻറ്റിനെ കുറിച്ചിട്ട് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. ആശായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണോ പാരൻസിന് കുട്ടികളിൽ നിന്ന് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുന്നത്, അത്ര എക്സ്പെക്റ്റേഷൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു പാൻറ് അയാൾ സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. ജിസ് തര കുച്ച് കുവാരി മായെ अपने बच्चे को कूड़ेदान में फेंक देती है, उसी तरह उसने भी इस पैंट को फेंकने का इरादा बनाया. അപ്പോൾ എങ്ങനെയാണോ അവിവാഹിതരായ അമ്മമാരെ കുട്ടികളെ ഡസ്റ്റ്ബിന്നിൽ ഉപേക്ഷിക്കുന്നത്, അതുപോലെ തന്നെ ഈ പാൻറ്റും വലിച്ചെറിയാൻ വേണ്ടിയിട്ട് അയാൾ തീരുമാനിക്കുകയാണ്. മഗർ ബാദ് മേ വ ഇസ്കി കൽപ്പന സേ ഭി ഡർനെ ലഗ. പക്ഷെ അങ്ങനെ ഒരു ഇമാജിനേഷനെ കുറിച്ച് പോലും ആലോചിക്കുമ്പോൾ അയാൾക്ക് പേടിയായിരുന്നു. ഉസ്കി ആँखों के सामने वह सारा दृश्य साकार हो गया जो पैंट को कूड़ेदान में फेंकने पर उपस्थित होगा. അങ്ങനെ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ആ ഒരു സിറ്റുവേഷൻ മൊത്തം ആൾക്ക് കണ്ണിൻ്റെ മുന്നിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴേ അപ്പോൾ ആൾക്ക് പേടിയാവാൻ വേണ്ടിയിട്ട് തുടങ്ങി. जो पहला आदमी सुबह सुबह एकदम नई
कोरी पैंट को देखेगा उससे पहले तो इसे पा लेने की इच्छा होगी, फिर ഡർ लगेगा कि कहीं कोई छुप कर ना देख रहा हो. അപ്പം ഇത് വേസ്റ്റ് ബിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ആദ്യം കണ്ടുപിടിക്കുന്ന ആൾക്ക് ഇത്രയും നല്ല പാൻറ് കാണുമ്പോൾ അത് എടുത്തുകൊണ്ട് പോകാനാണ് ആദ്യം തന്നെ തോന്നുക. എന്നിട്ടാണ് പിന്നെ ആലോചിക്കുക ഇനി ഇത് ആരെങ്കിലും കണ്ടാലോ എന്ന്. जब वह डर पर विजय पा लेगा तो उसे आशंका होगी कि एकदम नई कोरी पैंट कोई क्यों छोड़ गया है, जरूर टेना टोटका करके छोड़ा होगा. അപ്പം പിന്നെ പറയാണ് അങ്ങനെ ആരെങ്കിലും ഇത് കണ്ടുപിടിച്ചാൽ തന്നെ ഇനി ഇത്രയും പുതിയൊരു പാൻറ് എന്തിനാണ് ആരെങ്കിലും ഉപേക്ഷിക്കുക, അപ്പോൾ എന്തെങ്കിലും മന്ത്രോ കൂടോത്രമൊക്കെ ചെയ്തിട്ട് ഉപേക്ഷിച്ചതായിരിക്കും എന്നുള്ളൊരു ചിന്തയാണ് ആ ആളുടെ മനസ്സിൽ വരിക. ടോന ടോട്ട്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അങ്ങനെ എന്തെങ്കിലും മന്ത്രമൊക്കെ ജപിച്ച് മന്ത്രവാദമൊക്കെ ചെയ്തിട്ട് ഉപേക്ഷിക്കുന്ന സാധനങ്ങളാണ് പറയുന്നത്. വ ലോഗോ കോ ബുലായേഗ और मोहल्ले में हंगामा खड़ा करवा देगा, इसके बाद अपराधी की खोज होगी. അപ്പം ഇത് കണ്ടിട്ട് അയാൾ പേടിക്കും, എന്നിട്ട് ആ സൊസൈറ്റിയിൽ മൊത്തം ഇത് അറിയിക്കും. അങ്ങനെ ഇത് ആരാണ് ഉപേക്ഷിച്ചത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ലോക് ഷക്ക് കർത്തെ കർത്തെ ഉസ്കെ പാസ് പहुंचेंगे. അങ്ങനെ ആളുകൾ സംശയിച്ച് ഷക്ക് കർന്നാന്ന് വെച്ചാൽ സംശയിക്കുക എന്നാണ്. സംശയിച്ചിട്ട് അവസാനം ഇയാളുടെ അടുത്ത് തന്നെ എത്തും. വ അപ്ന അപരാധ് കബൂൽ കർ ലേഗ. അങ്ങനെയാണെങ്കിൽ അയാൾ ഈ തെറ്റ് സമ്മതിക്കും. അപരാധ് കബൂൽ കർന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യസ് ചെയ്യുക, സമ്മതിക്കുക എന്നുള്ളതാണ്. फिर लोग उसकी ऐसी गद बनाएंगे कि आत्महत्या के अलावा कोई चारा नहीं रहेगा. चारा എന്ന് വെച്ചാൽ വഴി. അപ്പം ഇത്രയും കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ അയാളുടെ ജീവിതം നരകമാക്കി മാറ്റും. അവസാനം ആത്മഹത്യ അല്ലാതെ വേറൊരു വഴിയും ഇല്ല എന്നുള്ളൊരു അവസ്ഥ വരണ വരെ കാര്യങ്ങൾ എത്തും എന്നാണ് ഇത്രയും ചിന്തിച്ചു കൂട്ടി ഈ ഒരു ക്യാരക്ടർ. ഉസ്നെ പായ कि वह इस पैंट से वाकिफ തങ് ആ ഗയാ ഹെ ഓർ അബ് ഇസ്സെ മുക്തി ജറൂരി ഹെ. അങ്ങനെ ഇയാൾ തിരിച്ചറിയാണ് ഈ പാൻറ്റിനെ കുറിച്ച് ഓർത്തിട്ട് ആളുടെ അവസ്ഥ ഭയങ്കര മോശമായിരിക്കുകയാണ്, ഇതിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് മടുത്തു എനിക്ക്, ഇനി ഇതിൽ നിന്നൊരു മുക്തി അത്യാവശ്യമാണ് എന്നിങ്ങനെ വിചാരിക്കുകയാണ്. ഉസ്നെ മൊഹല്ലെ സെ ദൂർ കിസി കൂടേദാൻ യാ നദി താലാബ് में इसे फेंकने का निश्चय किया, मगर थोड़ी ही देर में उसने पाया कि एक नई पैंट के साथ ऐसा सुलूक वह नहीं कर सकता. അങ്ങനെ തീരുമാനിക്കുകയാണ് ഒന്നെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് ദൂരെ മാറിയിട്ട് എവിടെയെങ്കിലും ഒരു ഡസ്റ്റ്ബിന്നിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുളത്തിലോ നദിയിലോ എങ്ങനെ ഉപേക്ഷിക്കാമെന്നാണ് തീരുമാനിച്ചത്. പക്ഷേ ഇത്രയും പുതിയ പാൻറ്റിൻ്റെ അടുത്ത് ഇത്രയും മോശമായിട്ട് ഒരു ബിഹേവിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്ക് മനസ്സ് വന്നില്ല. करेगा तो कई कई दिन तक यह सोचता रहेगा कि वह पैंट किसके हाथ लगी होगी. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരുപാട് ദിവസങ്ങളോളം ആൾ എന്തെന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും, ഇത് ആർക്കാണ് കിട്ടിയിട്ടുണ്ടാവുക, ആ പാൻറ് ആർക്കാണ് കിട്ടിയിട്ടുണ്ടാവുക എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. കഹാ ഗയി ഹോഗി, എവിടെ പോയി കാണുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. ഉസേ പെഹന ഗയാ ഹോഗ യാ ഫാഡ്കർ ഫേക്ക് ദിയാ ഗയാ ഹോഗ. അത് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടാവുമോ അതോ ഫാഡ്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത് കീറിയിട്ട് എവിടെയെങ്കിലും വലിച്ചെറിയപ്പെട്ടിട്ടുണ്ടാവുമോ എന്നൊക്കെ ഇയാളുടെ തന്നെ മനസ്സിലെ ചിന്തകൾ വരുന്ന അയാൾ തന്നെ മനസ്സിലാക്കാണ്. പാൻറ് സേ തബ് പീച്ച നഹി ഛൂട്ടേക. അപ്പോഴും ഈ പാൻറ്റിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല, ഇത് ഇയാളുടെ കയ്യിൽ നിന്ന് പോകുന്നില്ലല്ലോ. കിസി കോ ദാൻ കർ ദേന ബി ഉസേ ദുസ്സാഹസ് സേ കം നഹി ലഗ്താ ഥാ. പക്ഷേ ഇത് ആർക്കെങ്കിലും ദാനം ചെയ്യാന്ന് വെച്ചാൽ അതൊരു ദുസ്സാഹസമായിട്ടാണ് ആൾക്ക് തോന്നിക്കൊണ്ടിരുന്നത്. കൈ മഹീനെ പാൻറ് ബക്സേമേ പടി രഹി. ഒരുപാട് മാസങ്ങളോളം ആ ബോക്സിൽ തന്നെ ഈ പാൻറ് ഇരുന്നു. ഉസേ നിക്കാൽ കർ ദേഖ്നെ കാ സാഹസ് ബി ഉസേ നഹി ഹുവ. പണ്ടൊക്കെ എടുത്തു നോക്കുമായിരുന്നു, പിന്നെ ഒരുപാട് മാസങ്ങളോളം അത് എടുത്തു നോക്കാനുള്ള ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല. ലേക്കിൻ ഏക് ദിൻ ന ജാനെ ക്യാ സോച്ച് കർ ഉസ്നെ പാൻറ് നിക്കാൽ ലി तो पाया कि उसे कई जगह से कॉकरोच खा चुके हैं. അങ്ങനെ ഒരു ദിവസം ഇതെടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ പുതിയ പാൻറ് പല പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് അതിനെ കോക്രോച്ച് കടിച്ച് അവിടെ കോട്ടേക്ക്. ഉസേ ബഹത് സദ്മ ലഗ. അങ്ങനെ അയാൾക്ക് ഷോക്കായി. സദ്മ ലഗ്ന എന്ന് വെച്ചാൽ ഷോക്ക്ഡ് ആവുക. വ റോയ, അയാൾ കരഞ്ഞു. വ പച്തായ कि क्यों वह दुनिया से इतना डरा कि उसने पैंट नहीं पहनी. അപ്പോൾ ഉസ്നെ പച്തായ എന്ന് വെച്ചാൽ അയാൾക്ക് പശ്ചാത്താപം തോന്നി, എന്തുകൊണ്ട് ലോകത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഞാൻ ഈ ഒരു പാൻറ് ധരിച്ചില്ല എന്നുള്ളത്. വ ജിത്നി അപ്നി നിന്ദ കർ സക്താ ഥാ ഉസ്നെ की, वह जितना दुनिया को कोस सकता था उसने कोसा, वह जितने कॉकरोच मार सकता था उसने मारे. അപ്പം അയാൾക്ക് എത്ര സ്വയം നിന്ദിക്കാൻ പറ്റുമോ അത്രയും നിന്ദിച്ചു. അതുപോലെ തന്നെ ഈ ലോകത്തിനെ എത്ര കുറ്റപ്പെടുത്താൻ പറ്റുമോ അത്രയും കുറ്റപ്പെടുത്തി.
കോസ്ന എന്ന് വെച്ചാൽ കുറ്റപ്പെടുത്തുക എന്നാണ്. വ ജിത്തനെ കോക്രോച്ച് മാർ സക്താ ഥാ ഉസ്നെ മാരെ, എത്ര പാറ്റകളെ കൊല്ലാൻ പറ്റുമോ അത്ര എണ്ണത്തിന് കൊന്നു. अंत में उसने ठंड की रातों में इस पैंट को पहनकर सोने का निर्णय किया. പിന്നീട് ആൾ ഡിസൈഡ് ചെയ്തു എന്താണ് ഈ തണുപ്പുള്ള രാത്രികളിൽ ഈ പാൻറ് ധരിച്ചിട്ട് ഉറങ്ങാം എന്ന്. 3 साल उसने इस तरह निकाल दिए. അങ്ങനെ 3 വർഷം സ്പെൻഡ് ചെയ്തു. इसकी वजह से रात में उसे 2-3 बार दिक्कतों का सामना भी करना पड़ा. ഈ ഒരു കാരണം കൊണ്ട് തന്നെ രാത്രിയിൽ 2-3 പ്രാവശ്യം ആൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ദിക്കത്തും കാ സാമന കർണമെന്ന് വെച്ചാൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുക. ഏക് ബാർ ഉസ്കാ പേറ്റ് ഖരാബ് ഥാ. അപ്പോൾ ഒരു വട്ടം ആളുടെ സ്റ്റമക്ക് അപ്സെറ്റ് ആയിരുന്നു. രാത് മേ സോത്തെ സോത്തെ അച്ചാനക് പാഖാന ലഗാ. ഉസ് ഹാലത് മേ ഉസെ ഉത്താർ കർ पैजामा पहनने का संकट झेलना पड़ा. तब वह घर से बाहर ബനെ പാഖാനെ മേ ജാ പായ. അപ്പം അങ്ങനെ സ്റ്റമക്ക് അപ്സെറ്റ് ആയിരുന്നുകൊണ്ട് ഒരു ദിവസം രാത്രിയാണെങ്കിൽ ടോയ്ലറ്റിൽ പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ പാൻറ് മാറ്റിയിട്ട് വേറൊരു പൈജാമ എടുത്തിട്ടിട്ട് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. ഏക് ബാർ ആദി രാത് കോ ഉസ്കെ കോയി മെഹമാൻ ആകയെ. അപ്പോൾ ഒരു ദിവസം ആദി രാത്രി എന്ന് വെച്ചാൽ പാതിരാത്രി ഒരു ഗസ്റ്റ് വന്നു. सांकल बजने पर उसकी नींद खुली. उसने पता किया कि कौन आया है. അങ്ങനെ ബെല്ലടിക്കുന്നത് കേട്ടപ്പോഴാണ് ആളുടെ ഉറക്കമൊന്ന് വിട്ടത്. അങ്ങനെ ആരാണ് വന്നതെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. आश्वस्त हो जाने पर वह दरवाजे तक गया और लौट आया. पैंट का ख्याल आ गया था. उसने पैंट निकाली, पैजामा पहना, पैंट को बक्से में बंद किया, तब बाहर आया. इस बीच मेहमान काफ़ी हैरान परेशान हुए. बाद में उससे अजीब अजीब सवाल किए. അങ്ങനെ ആരാണ് ഗസ്റ്റ് എന്ന് പോയി നോക്കിയിട്ട് പക്ഷെ അപ്പോഴും ഇയാൾ പാൻറ് ഇട്ടിട്ടാണല്ലോ കിടക്കുന്നത്. അപ്പം അത് മറ്റുള്ളവർ കാണാൻ പാടില്ല. അതുകൊണ്ട് തിരിച്ചു വന്നു. ഈ പാൻറ് മാറ്റിയിട്ട് ഒരു പൈജാമ എടുത്തിട്ടിട്ടാണ് ഈ പാൻറ് തിരിച്ച് ബോക്സിൽ മടക്കിയും വെച്ചിട്ടാണ് ഡോറ് തുറന്നത്. അപ്പോൾ ഒരുപാട് സമയം എടുത്തല്ലോ ഡോറ് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്ന ആളുകൾ എന്ത് പറ്റി എന്നിങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഡോറ് തുറന്നു കൊടുത്തപ്പോൾ ഉസ്സെ അജീബ് അജീബ് സവാൽ പൂച്ചനെ ലഗെ. അതായത് ഡോർ തുറന്നു കൊടുത്തപ്പോൾ ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് ഇയാളുടെ അടുത്ത്. ഏക് ഓർ ബാർ കി ബാത് ഹെ പഡോസ് മേ ചോർ ചോർ കാ ഷോർ സുൻകർ വ ഹഡ്ബഡി മേ ബാഹർ ആയ. അപ്പം വേറൊരു പ്രാവശ്യം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ നെയ്ബർഹുഡിൽ അയൽവക്കത്ത് എല്ലാവരും ഇങ്ങനെ കള്ളൻ വിളിക്കുന്നത് കേട്ടിട്ട് ഹഡ്ബഡി എന്ന് വെച്ചാൽ പെട്ടെന്ന് തിരക്കിൽ പുറത്തേക്ക് വന്നു. ഹറി ബറി ആയിട്ട് എന്ന് പറയില്ലേ നമ്മൾ. അങ്ങനെ ബാഹർ ആക്കർ പാൻറ് കാ ഖയാലായ. പുറത്തേക്ക് വന്നപ്പോഴാണ് ഈ പാൻറ്റിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അന്തർഭാഗ അകത്തേക്ക് തിരിച്ചു ഓടി. പാൻറ് ബദലി ഓർ ബാഹറായ. അങ്ങനെ പാൻറ് മാറ്റിയിട്ട് പിന്നെയും പുറത്തേക്ക് വന്നു. ലേക്കിൻ തബ് സെ ഉസെ ശങ്ക ഹോനെ ലഗി थी कि किसी ना किसी ने तो ഉസ്കി യ ഫട്ടി പാൻറ് ജറൂർ ദേഖ്ലി ഹോഗി. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആൾക്ക് ആശങ്കയാണ് ആരെങ്കിലുമൊക്കെ ആ കീറിയ പാൻറ് ഞാൻ ഇട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും എന്ന്. വ ആദ്മി ജറൂർ മേരി ഹസി ഉഡാത്ത ഹോഗ. ആ കണ്ട ആളാണെങ്കിൽ എന്തായാലും മേരി ഹസി ഉഡാത്ത ഹോഗ എന്ന് വെച്ചാൽ എന്നെക്കുറിച്ച് കളിയാക്കി പരിഹസിച്ച് നടക്കുന്നുണ്ടായിരിക്കും. വ ജറൂർ ഇസ് താക് മേ ഹോഗ കി മുझे ഫിർ സെ ഇസ് ഹാലത് മേ ദേഖ് ലേ. അയാളാണെങ്കിൽ ആ ഒരു തക്കം നോക്കിയിരിക്കുകയായിരിക്കും, അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും എന്നെ എന്നാണ് ആ ഒരു അവസ്ഥയിൽ ഇനിയും കാണാൻ പറ്റുക എന്ന്. ഉസേ ഉസ് പാൻറ് കോ ബർദാശ്ത് കർന भारी लगा. हालांकि दूसरे ही क्षण उसे ख्याल आया कि 3 ठंडों में काम देने के बावजूद 3 और ठंडे इसमें निकल सकती है. അപ്പോൾ ഈ ഒരു പാൻറ്റിൻ്റെ കാര്യം സഹിക്കുക എന്ന് പറയുന്നത് ആൾക്ക് ബുദ്ധിമുട്ടാണ്. അതിന് വെയിറ്റും കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആൾ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ 3 തണുപ്പ് കാലം കടന്നുപോയി, ഇനിയും 3 തണുപ്പ് കാലം കൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് ഇതിന് പറ്റും. അതായത് 3 വർഷം കൂടി ഈ പാൻറ്റിന് യൂസ് ചെയ്യാമെന്നാണ് ആൾ വിചാരിക്കുന്നത്. दरअसल कॉकरोच द्वारा पैंट को काट लिए जाने के बाद उसका इस पैंट से मोह और बढ़ गया था. അപ്പം അന്നാണെങ്കിൽ ഈ പാറ്റ കടിച്ചിട്ട് ഇത് കീറിയതിന് ശേഷം ആൾക്ക് ഈ പാൻറ്റിനോടുള്ള ഇഷ്ടം കൂടുകയാണ് ചെയ്തത്. വह कॉकरोचों को बता देना चाहता था कि उसके खून पसीने की कमाई की इस तरह तौहीन नहीं की जा सकती. അപ്പോൾ
ആളാണെങ്കിൽ കോക്രോച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള രീതിക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വിയർത്ത് അധ്വാനിച്ച് ഉണ്ടാക്കിയ ആ ഒരു ഏണിങ്, കമ്മായി എന്ന് പറഞ്ഞാൽ എന്താണ് ഏണിങ്, ആ ഏണിങ് കൊണ്ടാണ് ഈ പാൻറ് തയ്പ്പിച്ചത്, അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് കോക്രോച്ചിനോട് പറയുന്ന രീതിയിലായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ബിഹേവിയർ. വ ഇസ് പാൻറ് മേ ലഗാ ഏക് പൈസ വസൂൽ കർക്കെ രഹേഗ. അതായത് ഈ ഒരു പാൻറ് സ്റ്റിച്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് മുടക്കിയോ അതെല്ലാം വസൂലാക്കിയിട്ടേ അടങ്ങുള്ളൂ എന്നുള്ള ചിന്തയാണ് ആളുടെ മനസ്സിലുണ്ടായിരുന്നത്. വ ഭൂൽ നഹി പായേഗ ഇസ് പാൻറ് കോ. ഈ പാൻറ്റിൻ്റെ കാര്യം മറക്കാൻ പോലും ആൾക്ക് പറ്റില്ല. वह सोचते सोचते कभी कभी तो उसमें इतनी हिम्मत आ जाती कि वह इसी पैंट के साथ सड़क पर निकलने की सोचता. അങ്ങനെ ഇതുപോലത്തെ കുറേ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാണെങ്കിൽ ഒരുപാട് ധൈര്യം കിട്ടും. എന്നിട്ട് വിചാരിക്കും എന്നാൽ ഈ പാൻറ്റിനെ ഇട്ടിട്ട് പുറത്തേക്ക് പോയാലോ, റോഡിലോട്ട് ഇറങ്ങിയാലോ എന്ന്. ഉസേ ഉസ് ഹസി की कल्पना भी नहीं दहलाती जो इस पैंट के पहनने पर सड़क और दफ्तर में सुनाई देगी. അപ്പം അയാൾ ഈ പാൻറ് ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡിലുള്ള ആളുകളോ ഓഫീസിലുള്ള ആളുകളോ അയാളെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞ് ചിരിക്കും എന്നുള്ള ചിന്ത ഇപ്പോൾ ആളെ വേദനിപ്പിക്കുന്നില്ല. കൈ ബാർ ഇസ് निर्णय को स्थगित करते करते कई रातों को इस बारे में सोचते सोचते एक दिन उसने पैंट पहनना तय ही कर लिया. അങ്ങനെ ഈ ഒരു ഡിസിഷനെ കുറിച്ച് ആലോചിച്ച് എല്ലാ രാത്രിയും ആലോചിച്ചിട്ട് ഒരു ദിവസം ആ ഒരു കാര്യം സത്യമാക്കാന്നൊരു ഡിസിഷൻ അങ്ങോട്ട് എടുത്തു. വ പാൻറ് പെഹൻകർ ബാഹർ നിക്കല. ആ പാൻറ് ഇട്ടിട്ട് പുറത്തേക്ക് കടന്നു. ഉസ്നെ കിസി സെ ബാത് നഹി കി. ആരോട് സംസാരിച്ചില്ല. കിസി കി ബാത് നഹി സുനി. ഒന്നും കേട്ടില്ല, ആരും പറഞ്ഞത് കേട്ടില്ല. किसी की और नहीं देखा. ആരെ നോക്കിയില്ല. ദഫ്തർ മേ ഭി ഉസ്നെ യഹി കിയ. ഓഫീസിൽ പോയിട്ട് ഇതന്നെ ചെയ്തു. റോഡിൽ മാത്രമല്ല ഓഫീസിൽ ഇതേ സെയിം ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ഉസ്നെ ആം ദിനോ കി തര സാരാ കാം കിയ പർ കിസി സെ ബോല നഹി. അങ്ങനെ എല്ലാ ദിവസവും ആം ദിനോക്കി തരാന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് നടക്കുന്ന പോലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നോ അതെല്ലാം ചെയ്തു, ആരോട് സംസാരിച്ചില്ല. किसी से व्यंग्य, किसी हंसी मजाक, किसी आग्रह का जवाब नहीं दिया. ആരിനായിട്ടും സംസാരിച്ചില്ല, പരിഹസിച്ചില്ല, ചിരിച്ചില്ല, ഒന്നും ചെയ്തില്ല. ഒരു റിക്വസ്റ്റിന് മറുപടി പോലും കൊടുത്തില്ല. കിസി കോ അപ്നി ബീഡി നെഹി പിലായി. സ്വന്തം വീഡിയോ വേറെ ആർക്കും കൊടുത്തില്ല, വലിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തില്ല. കിസി സേ മാച്ചിസ് ഉധാർ നഹി മാങ്ങി. ആരുടെ അടുത്തൊന്നും മാച്ച് സ്റ്റിക്ക് കടം ചോദിച്ചില്ല, തീപ്പെട്ടി കടം ചോദിച്ചില്ല. ഉസ്നെ കിസി പർ ക്രോധ് നഹി കിയ. ആരുടെ അടുത്തും ദേഷ്യപ്പെട്ടില്ല. കിസി പർ ദയാ നഹി ദിഖായി. ആരോടും ദയം കാണിച്ചില്ല. उसका यह व्यवहार सबके बीच कौतूहल का विषय बना रहा, मगर किसी में हिम्मत नहीं हुई कि उससे दो बातें कर ले. അപ്പം ആളുടെ ബിഹേവിയറിൽ വന്ന മാറ്റം എല്ലാവരിലും കൗതുകം ഉണ്ടാക്കി. പക്ഷെ ആർക്കും ധൈര്യം ഉണ്ടായില്ല എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ലേക്കിൻ അഗ്ലേ ദിൻ സെ ഉസ്നെ ദൂസരി രൺനീതി അപ്നായി. പക്ഷെ അടുത്ത ദിവസം തൊട്ട് ആള് വേറൊരു സ്ട്രാറ്റജിയാണ് സ്വന്താക്കിയത്, കൊണ്ടുവന്നത്. രൺനീതി എന്ന് വെച്ചാൽ ഇവിടെ സ്ട്രാറ്റജി. അഗർ കോയി ഇസ് പാൻ കോ ലേക്കർ ഉസ്കി ഹസി ഉഡായേഗ തോ വ ഇസ്കാ ഭർപൂർ ജവാബ് ദേഗ. ഇനി ആരെങ്കിലും ഈ പാൻറിന്റെ കാര്യം പറഞ്ഞിട്ട് എന്നെ കളിയാക്കി കഴിഞ്ഞാൽ ഞാൻ നല്ല മറുപടി വെച്ചു കൊടുക്കും. ഇതായിരുന്നു പുതിയ സ്ട്രാറ്റജി. ഗാലി ദേന ജറൂരി ഹോഗ തോ ഗാലി ദേഗ. ഇനി ആരെങ്കിലും ആയിട്ട് വഴക്കിടണം, തെറി വിളിക്കണം എന്നുണ്ടെങ്കിൽ പോലും അത് ചെയ്യും എന്നാണ് മനസ്സിൽ വിചാരിച്ചത്. മാർപീട്ട് ജറൂരി ഹുയി തോ മാർപീട്ട് കരയുക. ഞാൻ ആരെങ്കിലും വയലൻസ് ചെയ്തു, എന്നെ അടിക്കാൻ വന്നു, അങ്ങനെയാണെങ്കിൽ അതന്നെ ഞാൻ തിരിച്ചും ചെയ്യും. എന്നെ അടിക്കാൻ വന്നാൽ ഞാൻ തിരിച്ചു അടിക്കും. അതാണ് ഡിസൈഡ് ചെയ്തത്. ഓർ റോസ് റോസ് ഇസി പാൻറ് കോ പെഹൻകർ ദഫ്തർ ജായേഗ. അങ്ങനെ എല്ലാ ദിവസവും ഇതേ പാൻറ്റിനെ ഇട്ടിട്ട് ഞാൻ ഓഫീസിൽ പോകും. ഇതാണ് ആളെടുത്ത തീരുമാനം. ഈ ഒരു കേസിൽ സൊസൈറ്റീനെ കുറിച്ച് ബോധവടായിട്ട് നമ്മൾ എന്തൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്നു, ഓരോരുത്തരും അവരുടെ ഇഷ്ടങ്ങളെ എത്രത്തോളം സപ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇപ്പൊ ഈ പറയുന്ന ക്യാരക്ടറിന് ഒരു പേര് പോലും കൊടുത്തിട്ടില്ല. പക്ഷെ ആ പേര് കൊടുക്കാത്തത് പലപ്പോഴും നമ്മൾ ഓരോരുത്തരെയും റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടായിരിക്കാം.